നീലക്കായലിലിളകും തിരയിൽ നീരില്ല നിരയില്ല നീരു ചേരാ കായലിലേതേ നിത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ നീലക്കായലിലിളകും തിരയിൽ എന്നു പറയുന്നത് നീലക്കായൽ എന്നത് ആകാശത്തെയാണ്. നീരില്ല നിലയില്ല എന്നത് ഇവിടെ ആകാശത്തിൽ വെള്ളവുമില്ല ഒഴുക്കുമില്ല എന്നതാണ്. നീരു ചെല്ലാ കായലിലേതൻ ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ ഈ നീരുവെള്ളമില്ലാത്ത കായൽ ഏതാണ്? ഇത്തിരിപ്പൂവേ ഇത്തിരിപ്പൂവേ ചൊല്ലാനാണ് പറയുന്നത്. ഇത്തിരിപ്പൂവിനോട് ഏതാണ് ഈ വെള്ളമില്ലാത്ത കായലെന്ന് പറയാനാണ് പറയുന്നത്. തീരമില്ല കായലകലെ കാണുമാകാശം കാണുമാകാശം. തീരമില്ലാത്ത കായലകലെ, തീരമില്ലാത്ത അകലെയുള്ള ആ കായൽ ഏതാണ്? കാണുമാകാശം കാണുമാകാശം എന്നാണ് പറയുന്നത്. നീലക്കായലിലിളകും വഞ്ചിയിൽ ആളില്ല തുഴയില്ല കാറ്റിലുലയും തോണിയേതൻ സുന്ദരിപ്പൂവേ സുന്ദരിപ്പൂവേ. സുന്ദരിപ്പൂവിനോട് ചോദിക്കുകയാണ്, നീലക്കായലിൽ അതായത് നീലാകാശത്ത് ആളില്ലാത്ത ഒരു വഞ്ചി, കാറ്റിലുലയുന്ന വഞ്ചി ഏതാണെന്ന് സുന്ദരിപ്പൂവിനോട് ഇവിടെ ചോദിക്കുകയാണ്. ബാനിലെ പൊൻതോണിയല്ലി ചന്ദ്രക്കലരൂപം ചന്ദ്രക്കലരൂപം. അപ്പോൾ സുന്ദരിപ്പൂവ് പറയുന്ന അല്ലേ, ഇത് വാനിലെ ചന്ദ്രക്കലരൂപമാണ്, ആകാശത്തെ ചന്ദ്രക്കലരൂപമാണ് ഇവിടെ തോണിയായിട്ട് പറയുന്നത്. ദൂരെ കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല ചൂടുകിട്ടാ തീ കനലേതൻ മന്ദാരപ്പൂവേ മന്ദാരപ്പൂവേ കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം. ദൂരെ കായലിലൊഴുകും കനലിനു തീയില്ല പുകയില്ല. ദൂരെ കായലിൽ ആകാശത്ത് ഒഴുകുന്ന കനലിന് തീയുമില്ല പുകയുമില്ല. ചൂട് കിട്ടാ തീ കണലേതാണ്? ചൂട് കിട്ടാത്ത ഈ കണൽ ഏതാണ്? മന്ദാരപ്പൂവേ മന്ദാരപ്പൂവ്. മന്ദാരപ്പൂവിനോടാണ് ഇവിടെ ചോദിക്കുന്നത്. കൈവിളക്കു കണക്കു കത്തും സ്വർണ്ണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം. മന്ദാരപ്പൂവ് പറയുകയാണ്, കൈവിളക്ക് കണക്ക് കത്തും സ്വർണ്ണനക്ഷത്രം സ്വർണ്ണനക്ഷത്രം. സ്വർണ്ണനക്ഷത്രമാണ്, ആകാശത്തെ സ്വർണ്ണനക്ഷത്രമാണിതെന്ന്. ഇനി നമുക്ക് കവിതയിലെ ചോദ്യങ്ങളിലേക്ക് കടക്കാം.